ഹലോ, പലർക്കും ആഗ്രഹമുള്ളതാണ് ഓൺലൈനിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ ഇത് ഓൺലൈനിൽ എങ്ങനെ ചെയ്യണമെന്നൊക്കെ പലർക്കും സംശയത്തിൽ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓൺലൈനാണ് ഫ്യൂച്ചർ. ഓൺലൈനിൽ വലിയ സാധ്യതകളുണ്ടെന്നോ ഇന്നത്തെ കാലത്ത് ആരെയും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം ഇനി ഓൺലൈനാണ് വരാനിരിക്കുന്ന ഭാവി. പക്ഷേ എവിടെ തുടങ്ങും, എന്ത് ചെയ്യും, സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത് പലർക്കും അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. ഈ വീഡിയോ കണ്ടു തീരുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു ബിഗ് പിക്ചർ നിങ്ങളുടെ തലയിൽ തെളിഞ്ഞു വരും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഇത്ര വലിയ പ്രയാസമുള്ള സംഗതിയൊന്നും അല്ല എന്നുള്ളത് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് തന്നെ കിടക്കാം വീഡിയോയിലേക്ക്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ നിലവിലിപ്പോൾ ഒരു ബിസിനസ്സും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു മേഖല പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. അപ്പാരൽസ്, ടോയ്സ്, സർവീസ് ഇൻഡസ്ട്രി, അതുപോലെ പല പല സംഗതികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നിലവിലിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഐഡിയ തലയിലുണ്ടെങ്കിൽ അത് തന്നെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഒരു മേഖല, ഒരു ഇൻഡസ്ട്രി നിങ്ങൾ പിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾ പിക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ChatGPT സഹായമൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം, പൊട്ടൻഷ്യൽ മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടതാണ് ആ മേഖലയിൽ നമുക്കൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ വേണം വിൽക്കാൻ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാനുണ്ടായാലുള്ള അതിൻ്റെ ബിസിനസ് എന്ന് പറയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ സർവീസ് കണ്ടെത്തണം. ആ മേഖലയിലെ പ്രൊഡക്റ്റ് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, ലോക്കൽ ഹോൾസെയിൽ മാർക്കറ്റുകൾ. അതുപോലെ തന്നെ ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പുറത്ത് സംസ്ഥാനങ്ങളിൽ പോയി എടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വലിയ ആഗ്രഹമില്ല, പുറത്തുനിന്ന് വരുത്താൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് പ്രാദേശികമായിട്ട് നിങ്ങളുടെ ആ മേഖലയിൽ തന്നെ എന്തെങ്കിലും കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നോക്കാം. നമ്മൾ കേരളത്തിൽ തന്നെ നിങ്ങളുടെ ആ ജില്ലയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക, പഠിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ആ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യുക. പ്രൊഡക്റ്റ് പിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓൺലൈനിലായിട്ട് ഇറങ്ങാൻ പോണത്. ഓൺലൈൻ എന്ന് പറയാൻ നേരത്ത് എന്താണ് ഈ സംഗതി, എവിടെയാണ് തുടങ്ങേണ്ടത്? പലരും 3 രീതിയിലാണ് സാധാരണ ഓൺലൈനിലെ ആളുകൾ ബിസിനസ് ചെയ്യാറ്. ഒന്നാമതായിട്ടുള്ളത് മാർക്കറ്റ് പ്ലേസുകളാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നിങ്ങൾക്ക് വിൽക്കാം. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് GST വേണ്ടതായിട്ട് വരും. തുടക്കം മുതലേ നിങ്ങൾക്ക് GST വേണം. GST എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. സെയിലില്ലെങ്കിലും നിങ്ങൾ നിൽ റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അധികം ആളുകൾക്കും അതൊരു തലവേദനയായിട്ട് വരും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ളതിൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഇറങ്ങാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. ചില പ്രൊഡക്റ്റുകൾക്ക് ആമസോണിൻ്റെ അപ്രൂവൽ വേണ്ടതായിട്ട് വരും. അങ്ങനത്തെ കുറച്ച് ചാലഞ്ചിങ് ആണിത്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഉണ്ടാക്കലാണ്. സ്വന്തമായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ്, ഷോപ്പിഫൈ വെബ്സൈറ്റ്, അതേപോലത്തെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെയും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനീഷ്യലി നിങ്ങൾ കുറച്ചധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വെറുതെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല, അതിൻ്റെ അകത്ത് ആളെ കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് അത് സെല് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയതുമല്ല വെബ്സൈറ്റ്. പിന്നുള്ള ഓപ്ഷനാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ടും ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും ചെയ്യാനില്ല. എല്ലാ മേജർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരു പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പിൻ്റെ ബിസിനസ്, ഈ 4 നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം സൊസൈറ്റി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ഏത് സോഷ്യൽ മീഡിയ ആണോ അതിലാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. പലരും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല വീഡിയോയിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടാവലല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പ്രൊഡക്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്, സർവീസ് നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും കണ്ടുപിടിക്കുക. പക്ഷേ ഇത് മാർക്കറ്റിംഗ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് എടുത്താലും പ്രയാസപ്പെടും. അപ്പോൾ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. നിങ്ങളുടെ അടുത്ത് ഇന്ന സാധനം വിൽക്കാനുണ്ടെന്ന് നിങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് അറിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് സെയിൽ കിട്ടുള്ളൂ. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരുടെയും തെറ്റിദ്ധാരണ അവരൊരു പ്രൊഡക്റ്റായിട്ട് അങ്ങ് ഇറങ്ങേണ്ട താമസം ആളുകൾ ക്യൂ നിൽക്കുമെന്നാണ്.
അതൊരു അബദ്ധ ധാരണയാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ ക്യൂ നിൽക്കില്ല. നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഓർഡറുകളൊക്കെ കിട്ടാതെ ആവാൻ നേരത്തെ സാധാരണ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത പ്രൊഡക്റ്റ് എടുക്കും. അതിലും ഇതേ അവസ്ഥ തന്നെ. അതങ്ങ് മാറ്റിയിട്ട് വേറെ ഇൻഡസ്ട്രിയുമായിട്ട് ചാടും. അപ്പോൾ ഇങ്ങനെ ചാടി 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 കളിക്കുക. പക്ഷേ ഈ ആളുകൾ മനസ്സിലാക്കണില്ല യഥാർത്ഥ പ്രശ്നം ആ മേഖലയുടെയോ ആ പ്രൊഡക്റ്റിൻ്റെയോ അല്ല, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സംഗതി ഉണ്ട്. അത് ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഓർഡർ കിട്ടാത്തത്, മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കണില്ല. കാരണം ഇവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലൊരു സാധനം വിൽക്കാനുണ്ട്. ഈ സാധനം വാങ്ങാൻ തയ്യാറുള്ള കസ്റ്റമറെ കണ്ടെത്തുന്ന എന്ത് പ്രോസസ്സിന് നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേജ് ഉണ്ടാക്കിയതിന് ശേഷം വളരെ സിമ്പിളാണ്, നിങ്ങൾ വീഡിയോ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസമെങ്കിലും. 30 ദിവസത്തിൽ കുറഞ്ഞിട്ടുള്ള ഒരു സംഗതിയും വർക്കൗട്ട് ആവില്ല. അത് എന്ത് എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ലൈഫിൽ എന്ത് എടുത്തു നോക്കിയോ ഒരു 30 ദിവസത്തിൽ താഴെ നമ്മൾ എന്ത് ചെയ്താലും അത് വലിയ കാര്യമായിട്ട് നമുക്ക് റിസൾട്ട് കൊണ്ടുവരില്ല. വ്യായാമം നിങ്ങൾ ഒരാഴ്ച ചെയ്തു നിർത്തി, വല്ല ഗുണമുണ്ടോ? ഇല്ല. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് നമുക്ക്, ഇപ്പോൾ ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും എന്ത് ഒരു റിസൾട്ട് കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസമെങ്കിലും ചെയ്യണം. സാധാരണ വലിയ വലിയ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹാബിറ്റ് ഫോം ആവാൻ 28 ദിവസം വേണമെന്നാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസം വീഡിയോ മാർക്കറ്റിംഗ് തുടർച്ചയായിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ ചെയ്യണം. ഒരു ദിവസം നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മറക്കരുത്. രാവിലെ ഭക്ഷണം കഴിച്ചില്ല, നോ പ്രോബ്ലം, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മറക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ചെയ്യുക, സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ സർവീസിൻ്റെ നിങ്ങൾ തുടർച്ചയായിട്ട് ഏറ്റവും കുറഞ്ഞത് 30 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യണം. 30 ദിവസം ചെയ്യാതെ നിർത്തിക്കഴിഞ്ഞാൽ ഒന്നിലും റിസൾട്ട് കിട്ടില്ല. 30 ദിവസം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല എന്നാണെങ്കിൽ എൻ്റെ ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങണ്ട. ഇതിലേക്കെന്നല്ല ഒന്നിലേക്കും ഇറങ്ങണ്ട. ഇപ്പം നിലവിൽ ഇപ്പോൾ എന്ത് ചെയ്യണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകണതാണ് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ 30 ദിവസം എന്തായാലും വേസ്റ്റ് ആവും. 30 ദിവസത്തിന് മുമ്പ് നിങ്ങൾ നിർത്താനാണ് ഉദ്ദേശിച്ചത്. എത്ര ദിവസമാണോ നിങ്ങൾ ചെയ്യണത് 30 ദിവസത്തിന് താഴെ, അതൊക്കെ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് മാറും. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തുടങ്ങാതിരിക്കലാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത്. അപ്പോൾ 30 ദിവസം പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങാതിരിക്കുക, നിങ്ങൾക്ക് ടൈം വേസ്റ്റ് വരും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിലും, അത് വീഡിയോ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു പോസ്റ്റർ ഉണ്ടാക്കിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാത്തിലും തന്നെ നിങ്ങളുടെ വാട്സപ്പ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. കസ്റ്റമേഴ്സിനെ വാട്സപ്പിലേക്ക് വരാനായിട്ട് അവരുടെ അടുത്ത് പറയണം. വാട്സപ്പിലാണ് നമുക്ക് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുത്ത് സാധനം കയ്യിലുണ്ട്, അത് നിങ്ങളെ അറിയിക്കുന്നു, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്തിട്ടാണ്. വാട്സപ്പ് എന്ന പ്ലാറ്റ്ഫോം എല്ലാവരുടെ അടുത്തുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ ചാറ്റ് ഹിസ്റ്ററി എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരാളെ കോൺടാക്ട് ചെയ്താലും നമുക്ക് പിന്നീട് പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ വീണ്ടും കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വാട്സപ്പിൽ പരമാവധി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടത്താനായിട്ട് നോക്കാം. അപ്പോൾ വാട്സപ്പാണ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാനില്ല, പ്ലേ സ്റ്റോറിൽ നിന്ന് വാട്സപ്പ് ബിസിനസ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ഒരു അക്കൗണ്ട് അതിൽ തുടങ്ങാമെന്നുള്ളതാണ്. ഞാൻ വളരെ എളുപ്പത്തിലെല്ലാം പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പലരും കസ്റ്റമർ വന്നു, കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ഇനി എന്ത് ചെയ്യും? കസ്റ്റമർ ഒന്നും ചെയ്യാനില്ല. കസ്റ്റമറുടെ അടുത്തുനിന്ന് നിങ്ങൾ കസ്റ്റമറുടെ അഡ്രസ്സ് വാങ്ങിക്കുക, പേയ്മെൻറ്റ് വാങ്ങിക്കുക. പേയ്മെൻറ്റ് എങ്ങനെ വാങ്ങിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലത്ത് എല്ലാം എളുപ്പമാണ്. UPI യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഗൂഗിൾ പേ, ഫോൺ പേ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ട്രാൻസ്ഫർ വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്. ഏതൊരു കസ്റ്റമർക്കും ഇന്ത്യയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇനി പ്രവാസികളാണ് നിങ്ങളുടെ കസ്റ്റമറായിട്ട് വന്നെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. തുടക്ക സമയത്ത് നിങ്ങൾ മറ്റ് പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. UPI തന്നെ ധാരാളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ വേഗത്തിലും സൗജന്യമായിട്ട് കസ്റ്റമർക്ക് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പേയ്മെൻറ്റ് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഇനി അഡ്രസ്സ്, ഫിസിക്കൽ പ്രൊഡക്റ്റാണ് നിങ്ങൾ വെക്കണമെങ്കിൽ, കൊറിയർ അയച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? കസ്റ്റമറുടെ അടുത്ത് നിന്ന് അഡ്രസ്സ് വാങ്ങിക്കുക. അഡ്രസ്സ് കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കണം. അഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിൻ കോഡ് കറക്റ്റ് ആണോ എന്നുള്ളത് കസ്റ്റമറുടെ അടുത്ത് വെരിഫൈ ചെയ്യാൻ പറയാം. അതായത് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരാൻ പറയുമ്പോൾ കസ്റ്റമർ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അഡ്രസ്സ് അയച്ചു തരുമല്ലോ. ഈ അഡ്രസ്സ് അയച്ചു തരുന്ന സമയത്ത് കസ്റ്റമറുടെ അടുത്ത് ഒന്നും കൂടി ചോദിക്കുക, പിൻ കോഡ് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്നും കൂടി എടുത്ത് ചോദിക്കുക. കാരണം കൊറിയർ കമ്പനികൾ കൊറിയർ സോർട്ട് ചെയ്യണത്
തരംതിരിക്കണത് പിൻകോഡ് അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ പിൻകോഡിൽ ഒരക്കം തെറ്റിയാൽ പോലും അത് മാറിപ്പോവും, വേറെ സ്ഥലത്തേക്ക് പോകും. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പറും. അപ്പോൾ പിൻകോഡും ഫോൺ നമ്പറും 2 തവണ ഒന്ന് വെരിഫൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുക. ഇത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൊറിയർ കാശും പോവും, കസ്റ്റമർക്ക് ഫുൾ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ രണ്ടാമത് ഷിപ്പ് ചെയ്യാൻ നേരത്ത് അതിന് രണ്ടാമത് വീണ്ടും കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അഡ്രസ്സിലെ ഫോൺ നമ്പറും പിൻകോഡും കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കൊറിയർ എങ്ങനെ അയക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ കൊറിയറുകൾ ഉപയോഗിക്കലാണ് നമുക്ക് ഓപ്ഷനുള്ളൂ. ലോക്കൽ കൊറിയറുകൾ യൂസ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിലുള്ള കൊറിയർ കമ്പനികൾ എല്ലാ നാട്ടിലും കൊറിയർ ഓഫീസുകൾ ഉണ്ടാവില്ല. ഇനി പോസ്റ്റ് ഓഫീസ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിച്ച് നോക്കാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ഏതാണ് ബെറ്റർ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അത് നമുക്ക് ഇന്നൊരു കൊറിയർ എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ കൊറിയർ സർവീസിനാണ് ഡോമിനൻസ് ഉള്ളത്. അപ്പം നിങ്ങളുടെ പ്രദേശത്ത് ഏതാണ് ബെറ്റർ എന്നുള്ളത് ലോക്കലി തന്നെ അന്വേഷിക്കുക. എന്നിട്ട് കൊറിയർ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, പലതവണ അയക്കാൻ നേരത്ത് ഇന്നതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് വലിയ പ്രയാസമല്ല, അടുത്ത് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൊറിയർ അയച്ച് കസ്റ്റമർക്ക് ഇത് കൊടുക്കുക. ഇനി പലപ്പോഴും നമുക്ക് വരുന്നൊരു സംശയമാണ്, റിട്ടേൺ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കണമെന്നുള്ളത്. ഇപ്പോൾ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കിട്ടി, അത് ഡാമേജ് ആയിരുന്നു, എന്ത് ചെയ്യണമെന്നുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർക്ക് ഇത് കൊറിയർ അയച്ച് കൊടുക്കുമ്പോൾ തന്നെ കസ്റ്റമറോട് പറയാം, ഈ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പറയാം. കൊറിയർ അയച്ച് കഴിയുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഒരു മെസ്സേജിലൂടെ പറയാം, പാക്കറ്റ് പൊട്ടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കസ്റ്റമറുടെ കയ്യിലിരുന്ന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് യൂസേജിൻ്റെ ഇടയ്ക്ക് അവർ അശ്രദ്ധമായിട്ട് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ ഡാമേജ് സംഭവിക്കാം. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ആ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ കസ്റ്റമർ ഒരു വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് അവർ റീഫണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ ചോദിക്കാം. വീഡിയോ എടുത്ത് വെക്കാൻ പറഞ്ഞായിരുന്നു, അതുണ്ടോ എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പാക്കറ്റ് പൊട്ടിക്കണൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണും. വന്നപ്പോൾ തന്നെ പൊട്ടിയിരുന്നതാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, കസ്റ്റമർക്ക് റീഫണ്ട് കൊടുക്കലാണ് ഇതുള്ളൂ. ആ പ്രൊഡക്റ്റ് തീരെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അത് വെറുതെ കസ്റ്റമറോട് തിരിച്ചയക്കാൻ പറയേണ്ടതില്ല, നിങ്ങൾ അവർക്ക് റീഫണ്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരുപാട് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഓൺലൈനിൽ ചെയ്യാതിരിക്കുക. അത് പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ഡാമേജ് വരാൻ സാധ്യതയുള്ള നല്ല വലിപ്പമുള്ളത് നല്ല തൂക്കമുള്ളതൊന്നും ഓൺലൈനിൽ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് കൊറിയർ അയച്ചാലും കൊറിയർ കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് മാറ്റി അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് അതാണ് ഓപ്ഷനുള്ളൂ, ഒരു വണ്ടിയിൽ നിന്ന് വേറൊരു വണ്ടിയിലേക്കൊക്കെ പല കൈമറിഞ്ഞാണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള ചില്ലിൻ്റെ പ്രൊഡക്റ്റുകൾ, സെറാമിക്കിൻ്റെ പ്രൊഡക്റ്റുകൾ, ഞെങ്ങി പോകാനൊക്കെ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നിലവിലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കും. ഇനി ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട് നിങ്ങൾക്ക്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പാക്കേജും സൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി റിട്ടേൺ ചെറിയ ഡാമേജ് ഒക്കെ ഉള്ളൂവെങ്കിൽ കസ്റ്റമറോട് തന്നെ കൊറിയർ അയച്ചു തരാനായിട്ട് പറയാം. നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, എന്നിട്ട് കൊറിയർ അയച്ചു തരാനായിട്ട് പറയാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എല്ലാ പ്രോബ്ലംസും വരുന്നതിന് മുമ്പേ തന്നെ സോൾവ് ചെയ്യലാണ് കുറച്ചുകൂടി ബെറ്റർ. പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ പാക്കേജിങ് ചെയ്ത് നിങ്ങൾ അയക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കസ്റ്റമറുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ നമ്പർ കസ്റ്റമറോടും സേവ് ചെയ്ത് വെക്കാൻ പറയണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ഒരു തവണ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ട്രസ്റ്റ് ബിൽഡായിട്ടുണ്ട്, നമ്മളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ വാങ്ങിച്ചത്. അപ്പോൾ അടുത്ത തവണ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റോ എന്തെങ്കിലും ലോഞ്ച് ചെയ്യാൻ നേരത്ത് ഈ കസ്റ്റമർക്ക് നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബ്രോഡ്കാസ്റ്റിംഗ് വർക്ക് ആവണമെങ്കിൽ നിങ്ങളുടെ നമ്പർ കസ്റ്റമറും സേവ് ചെയ്യണം, കസ്റ്റമറുടെ നമ്പർ നിങ്ങളും സേവ് ചെയ്യണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ സേവ് ആയാലാണ് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് സെൻഡ് ആവുള്ളൂ. വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റിംഗ് ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. 256 പേരെ വരെ നമുക്ക് ഒരു ലിസ്റ്റിൽ ഉണ്ടാക്കുക. ആ 256 കഴിയാൻ നേരത്തെ അടുത്ത 256 ഉണ്ടാക്കാം. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൾറെഡി നമ്മുടെ അടുത്ത് നിന്ന് ട്രസ്റ്റോട് കൂടി വാങ്ങിച്ച ഒരു കസ്റ്റമർക്ക് പിന്നെയും വിൽക്കാനാണ് നമുക്ക് എളുപ്പം. പുതിയൊരു കസ്റ്റമർക്ക് വിൽക്കുന്നതിനേക്കാളും എളുപ്പമാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് വിൽക്കൽ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിത് വീഡിയോ ഒരുപാട് വലുതാക്കാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു തന്നെ, നിങ്ങളുടെ തലയിൽ ഒരു പിക്ചർ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ആദ്യം ഒരു ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുക, ഒരു നീഷ് നിങ്ങൾ പിക്ക് ചെയ്യുക, നിങ്ങളുടെ ഒരു മേഖല പിക്ക് ചെയ്യുക, ഒരു പ്രൊഡക്റ്റും സർവീസും കണ്ടെത്തുക, എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, വീഡിയോ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. 30 ദിവസം തുടർച്ചയായിട്ട് വീഡിയോ മാർക്കറ്റിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ശേഷം കസ്റ്റമറോട് എല്ലാ മാർക്കറ്റിംഗ് മെറ്റീരിയലിലും വാട്സപ്പ് നമ്പർ കൊടുക്കുക. കസ്റ്റമറുടെ അടുത്ത് വാട്സപ്പിൽ വരാനായിട്ട് പറയുക. അവിടെ വെച്ച് അഡ്രസ്സും പേയ്മെൻറ്റും സ്വീകരിക്കുക. പേയ്മെൻറ്റ് സ്വീകരിക്കാൻ നേരത്ത് UPI പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസോ അയച്ചു കൊടുക്കുക. കസ്റ്റമർ നിങ്ങൾക്ക് അത് ഇട്ട് തരും.
എന്നിട്ട് കൊറിയർ അയച്ചു കൊടുക്കുക. കൊറിയറിന് ലോക്കൽ കൊറിയർ കമ്പനികളെ സമീപിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റിട്ടേൺ എടുക്കാനാണെങ്കിൽ വീഡിയോ അവരുടെ അടുത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയാം, പാക്കറ്റ് പൊട്ടിക്കണതിൻ്റെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പരസ്പരം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ സേവ് ചെയ്യുക. പുതിയ പ്രൊഡക്റ്റ് വരാൻ നേരത്ത് ഈ സെയിം കസ്റ്റമേഴ്സിന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മൊത്തത്തിലുള്ള ഓവറോൾ ഒരു പിക്ചർ. ഇനി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞത്. ഇനി എൻ്റെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം, ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളും വരും. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.